ഹലോ, എൻ്റെ പേര് കവിത. ഞങ്ങളിവിടെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അതിനിടുന്ന വളം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ കളയുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വേസ്റ്റും എല്ലാം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിങ്ങനെ വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് അരിച്ചെടുത്തിട്ടാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് അത് അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുക. അത് കണ്ട, വെള്ളം കൂട്ടി ഒഴിക്കണം. ഇത് കണ്ട, ഇത് ഒഴിച്ച സാധനയുടെ ഇടയെല്ലാം കളഞ്ഞ് പോച്ചെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അത് മുളകൊക്കെ കണ്ടത് ഇതിങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ അതിടെ ഇടയെല്ലാം ഇളക്കി വെച്ച് പോച്ചയെല്ലാം പറിച്ച് ഇത് ഒഴിച്ചിട്ടിരിക്കുവാണ്. എന്നിട്ട് അങ്ങനെ പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ തക്കാളിയൊക്കെ കണ്ടോ, ഇതിങ്ങനെ ജൈവവളം ഒഴിച്ച് ഉണ്ടതൊക്കെയാണ്. ഇതിലെ പച്ചമുളക്, തക്കാളി ഇതേണ്ടേ, ഇവിടെ അതേണ്ട ഇതേ തക്കാളി. ഇത് കണ്ടോ, തക്കാളി ഒരു പോലെ തന്നെ 10-15 തക്കാളി പിടിക്കും. പിന്നെ ഇവിടെ ഉണ്ട് ധാരാളം തക്കാളി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ടോ, ഇതെല്ലാം ജൈവവളം ഒഴിച്ചുള്ള പച്ചക്കറിയാണ്. ഇവിടെ കണ്ടോ, പിന്നെ ഉണ്ട് ധാരാളം പച്ചക്കറി. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ കോളിഫ്ലവർ, ക്യാബേജ്, മുളക് എല്ലാം പിടിപ്പിക്കുന്നുണ്ട്. ഇത് ജൈവവളം ഉണ്ട്. പാവലെല്ലാം നിറയെ കായാണ്. ഇത് അതിൻ്റെ ഇട ഇളക്കിയിട്ട് വേണം നിങ്ങൾ ഒഴിക്കാൻ. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. റോസയൊക്കെ നല്ല നിറയെ ഇത് പോയിട്ടിരുന്നുണ്ട്. ഇത് കണ്ട, ക്യാബേജ്, കോളിഫ്ലവറും ഒക്കെയാണ്. വീണ്ടും ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പുതിന, എല്ലാം ഏത് പച്ചക്കറിക്കും ഇത് കുറച്ച് കോരി ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനെ ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എല്ലാ ചെടികൾക്കും. ഞാൻ എൻ്റെ വഴുതനത്തൈ എല്ലാം കാണിച്ചു തരാം. എന്താ നാടൻ തക്കാളി കിടക്കുന്ന കാണണോ? നാടൻ തക്കാളിയാണ് പിടിച്ച് കിടക്കുന്നത്. കണ്ട, നാടൻ തക്കാളി നല്ല പഴുത്ത് നിൽക്കുന്നു. കണ്ട, നാടൻ തക്കാളി പഴുത്ത് നിൽക്കുന്നു. ഇത് കണ്ട, പറിച്ചെടുക്കാം. ഇത് കണ്ട, നാടൻ തക്കാളിയാണ്. ഒരു വിഷവും ഇല്ല. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ഇത് കണ്ട, നാടൻ തക്കാളി അടി പിടിച്ച് കിടക്കുന്നത് മുഴുവനും. ഇത് കണ്ട, ഈ വളം ഒഴിക്കുന്നതാണ്. നിങ്ങളും ഈ വളം വേണ്ട, ഈ വളം ഒഴിച്ചുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിട്ട് നല്ല കൃഷി ഇഷ്ടംപോലെ വിളവെടുക്കാം. നമുക്ക് വഴുതനങ്ങയൊക്കെ അതുപോലെ ചെയ്തെടുത്തതാണ്. വഴുതന നിറയെ ഉണ്ട്. കുറച്ചൊക്കെ പറിച്ചു. ഇന്നലെ 2-3 ദിവസമായിട്ട് പറിക്കുവാണ്. പിന്നെ വഴുതന ഉണ്ട്. ഇതെല്ലാത്തിനും ഈ വളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും ഈ രീതിയിലുള്ള ജൈവവളം ഉപയോഗിച്ചാൽ വേണ്ട, കുഞ്ഞിലെ തന്നെ നിറയെ പൂക്കൾ വരുന്നതെന്ന് വെച്ചാൽ ഇതിന് കീടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഈ വളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ കീടങ്ങൾ. പിന്നെ നമ്മുടെ ഓമയുടെ ഇല അരച്ചിട്ട് മിക്സിക്കകത്ത് അരച്ച് അത് നീരെടുത്തിട്ട് വെള്ളം കൂടുതൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. കീടങ്ങളൊന്നും ഉണ്ടാകേണ്ട, ഒരു കീടം പോലും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇതുമെല്ലാം കീടങ്ങളൊന്നുമില്ല. കൂടാതെ ഇടയ്ക്ക് ഇച്ചിരി ചാരവും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇതാക്കി കൊടുത്താലും മതി. പാവൽ നിറയെ വഴുതനയാണ് നിൽക്കുന്നത്. ഇതിലെല്ലാം കായുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും നിറയെ പാവയ്ക്കയുണ്ട്. പാവലെല്ലാം കായുണ്ട്. കൂടാതെ കാന്താരി, വഴുതന, പുതിന, അതുപോലെ നമ്മുടെ ചെടികൾക്കും നല്ലതാണ് കേട്ടോ. ചെടികൾക്ക് നല്ല ഒന്നാന്തരം വളമാണ്. തക്കാളിയെല്ലാം ഇവിടെ നിന്ന് കാണാം തക്കാളി പിടിച്ച് കിടക്കുന്നത്. തക്കാളി പിടിച്ച് കിടക്കുന്നുണ്ട്. നിറയെ തക്കാളിയാണ്. എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഈ ജൈവവളം ഉപയോഗിച്ച് പച്ചക്കറി ചെയ്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. പിന്നെ കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇത് കണ്ടോ, പാവലെല്ലാം നിറയെ കായാണ്. അടീനിയം ചെടിക്കുന്നത് ഇത് എടുത്തിട്ട് ഈ ഓമയുടെ ഇലയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിറയെ കൊച്ചിലെ തന്നെ ഇഷ്ടംപോലെ കാ പിടിക്കുന്നുണ്ട്. പൂ ഉണ്ട്. പിന്നെ തക്കാളി മാത്രമല്ല, വഴുതന, പാവൽ, പടവലം, പയർ എല്ലാ ഇതിനും നല്ല ഒരു വളമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിതുണ്ടാക്കി ഒഴിച്ചു ഇട ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി പോച്ചയെല്ലാം പറിച്ച് കളയണം. ഞാൻ 2-3 ദിവസമായിട്ട് ഇതിൻ്റെ ഇവിടെ പോച്ചയൊന്നും പറിക്കാൻ പറ്റിയില്ല എനിക്ക്. എന്നാലും ഉണ്ട്. കുറേ അധികം കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നിറയെ പിടിച്ച് കിടപ്പുണ്ട്. അത് അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതിലൂടെ പിടിച്ചു.
ക്യാബേജും കോളിഫ്ലവറും എല്ലാം കാണിച്ചു തരാം ഞാൻ. ക്യാബേജുണ്ട്, കോളിഫ്ലവറുണ്ട്. ഇപ്പം വരാമെങ്കിൽ കാണിച്ചു തരാം. ഓടി വരണം. പയറുണ്ട്, പാവലുണ്ട്. എനിക്കൊന്നും തോന്നുന്നില്ല, ഞങ്ങൾ പറമ്പിൽ കൂടെ നടക്കുവാണ്. ക്യാബേജിനൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതേണ്ടതേ ഇപ്പം നട്ടതേ ഉള്ളൂ കേട്ടോ. 2 ആഴ്ച ആയപ്പോൾ തന്നെ ഇത് ഈ രീതിയിൽ വരണമെങ്കിൽ ഈ വളമാണ് കോരി ഒഴിക്കുന്നത്. നിങ്ങളും ഇതുപോലുള്ള വളം ഉപയോഗിക്കുക. നല്ല രീതിയിൽ കൃഷി ഉണ്ടാകുന്നുണ്ട്. നിറയെ രീതിയിലുണ്ടാകും. മുളകൊക്കെ നല്ല ആരോഗ്യത്തോടെ അവിടെ നിൽക്കുന്നത്. ഞാൻ കാന്താരി മുളകും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നട്ടിട്ടുണ്ട്. തക്കാളി, ചീര, പയറ്, പാവല ഇത് ഈ വളം മാത്രം കോരി ഒഴിച്ചാൽ മതി കേട്ടോ. പയറൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത്. തക്കാളി, എല്ലാവിധ കൃഷികൾക്കും ഈ വളം നല്ലതാണ്. നിങ്ങൾ ഉപയോഗിക്കുക. കൂടാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻ്റ് ഇടുക.